എല്ലാവർക്കും നമസ്കാരം. ആസാമിലെ നുഴഞ്ഞുകയറ്റക്കാരെ തടങ്കൽ പാളയത്തിലേക്ക് അറസ്റ്റ് ചെയ്തു നീക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളുമൊക്കെ കേരളത്തിൽ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുകയാണ്. മീഡിയ ഒന്നും മാധ്യമം എന്ന് പറയുന്ന ദിനപത്രവും പറയുന്നത് അല്ലെങ്കിൽ അവകാശപ്പെടുന്നത് ആധാർ കാർഡും പഞ്ചായത്ത് നൽകിയ താമസ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകളുമൊക്കെ കൈവശമുണ്ടായിരുന്നിട്ടും ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ആളുകളെ മതത്തിൻ്റെ പേരിൽ അന്യായമായിട്ട് തടങ്കൽ പാളയത്തിലേക്ക് കൊണ്ടുപോകുന്നു, അവരെ തടവിൽ വയ്ക്കുന്നു എന്നൊക്കെയാണ്, സ്വതന്ത്ര ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നു എന്നൊക്കെയാണ് ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള അന്യ മതവിശ്വാസികളുടെ മനസ്സിൽ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള, തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ വ്യാപകമായി അഴിച്ചുവിടുവാൻ തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഒവൈസിയെ പോലുള്ള ആളുകൾ പറയുന്നു, കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ തടവിൽ പാർപ്പിക്കേണ്ട സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്ന് പറയുന്നു. യഥാർത്ഥം അതുതന്നെയാണ്. യഥാർത്ഥത്തിൽ യാതൊരുവിധ രേഖകളുമില്ലാതെ ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരായിട്ടുള്ള അന്യ രാജ്യങ്ങളിൽ നിന്ന് നുഴഞ്ഞുകയറിയ മുസ്ലിം പൗരന്മാരായിട്ടുള്ള ആളുകൾ ഈ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് എന്ന് ഒവൈസിയുടെ ഈ പ്രസ്താവന ഒരു തുറന്ന് സമ്മതിക്കൽ കൂടിയായിട്ട് നാം കണക്കാക്കണം എന്നുള്ളതാണ് ഈ പ്രസ്താവനയിലൂടെ പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ ആസാമിൽ നിന്ന് പിടിക്കപ്പെട്ട ഈ 28ഓളം ആളുകളുടെ കൈക്കലുണ്ടായിരുന്ന ആധാർ കാർഡും സർട്ടിഫിക്കറ്റുകളുമൊക്കെ വ്യാജമാണെന്നും വ്യാജ ഐഡന്റിറ്റി ഉണ്ടാക്കി രാജ്യത്ത് നുഴഞ്ഞുകയറിയ ആളുകളെയാണ് ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്തത്, തടവിൽ പാർപ്പിക്കുന്നത് എന്നുമൊക്കെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ വാർത്തകളെയൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് തെറ്റിദ്ധാരണ പടർത്താനും രാജ്യത്ത് ഒരു കലാപം ഉണ്ടാക്കുവാനുമുള്ള പരിശ്രമം ബോധപൂർവം കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മാധ്യമം എന്ന ദിനപത്രത്തിലൂടെയും മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിലൂടെയും ഈ വാർത്തകൾ ശ്രവിക്കുന്ന നമുക്ക് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. BJP കേന്ദ്ര സർക്കാർ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തിൻ്റെ ജനതയെ വിഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു എന്നൊക്കെ വാദിക്കുന്ന ഈ ദിനപത്രവും ഈ മീഡിയ വൺ എന്ന് പറയുന്ന ചാനലും ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റായിട്ടുള്ള മത മൗലികവാദികൾക്ക് വേണ്ടിയിട്ട്, വിദേശ രാജ്യങ്ങളുടെ മത തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ആശയങ്ങൾക്കനുസരിച്ച് ഈ രാജ്യത്ത് തെറ്റിദ്ധാരണ പടർത്തുന്ന തരത്തിലുള്ള രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയും ജനതയെ തെറ്റിദ്ധരിപ്പിച്ച് കലാപത്തിന്റെ വക്കിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുക എന്നുള്ള പ്രവർത്തനം തന്നെയാണ് നാളിതുവരെ ഈ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ആസാമിൽ ഇന്ന് തുടങ്ങിവെച്ച പൗരത്വാവകാശ ഭേദഗതി ബില്ലിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ തുടർച്ച എന്ന വണ്ണം അന്യരാജ്യങ്ങളിൽ നിന്ന് പൗരത്വമില്ലാതെ ഇന്ത്യയിലേക്ക്, ഭാരതത്തിലേക്ക് നുഴഞ്ഞുകയറി അനധികൃതമായിട്ട് ഇവിടെ താമസിക്കുകയും ഇവിടുത്തെ ജനങ്ങളുടെ നിത്യജീവിതത്തിന് സ്വൈരത നശിപ്പിച്ചുകൊണ്ട് ഇവിടെ കലാപങ്ങളും അതുപോലെ തന്നെ അക്രമങ്ങളും നിരന്തരം അഴിച്ചുവിട്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനതയുടെ സ്വൈര ജീവിതത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ അന്യ രാജ്യത്തിൽ നിന്ന് കുടിയേറിയിട്ടുള്ള അല്ലെങ്കിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള ഈ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് നടപ്പിൽ വരുത്തണം എന്ന് തന്നെയാണ് ദേശീയ ജനത എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആഗ്രഹിക്കാനുള്ളത്. അതുതന്നെയാണ് നമുക്ക് പറയുവാനുള്ളതും. നന്ദി, നമസ്തേ.